വീണ്ടും ഒരു ഉത്സവ ദിവസം കേട്ടോ. ഞാനും പിള്ളേരുടെ രാവിലെ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് ഉത്സവം കേട്ടോ. അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസത്തെ ഉത്സവമാണ്. കൊടിയേറി 10ാം ദിവസമാണ് ഉത്സവം കേട്ടോ. ഇത് വീഷ്ണാൽ അമ്പലം എന്ന് പറയും. 2 ദേവിമാരും കൂടെ ഇരിക്കുന്ന അമ്പലമാണ് കേട്ടോ. ദുർഗാദേവിയും ഭദ്രാദേവിയും. അപ്പം കൊടിയേറി കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറ്റിയിട്ടില്ല. പിന്നെ അമ്മ ഇന്നലെ വന്ന് പറയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും പിള്ളേരുടെ ഇന്ന് രാവിലെ വന്ന് തൊഴാണ്. അപ്പം വൈകുന്നേരം വലിയ ആറാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം കാണാൻ നല്ല രസമായിട്ടുള്ള ആറാട്ടാണ് കേട്ടോ. അപ്പോൾ വിവിധതരം പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതും വീഡിയോ ഒക്കെ എടുത്തിരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ പേര് വീട്ടിനാൽ ദേവീക്ഷേത്രം എന്നാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ് അതങ്ങ് വീഷ്ണാൽ അമ്പലം അങ്ങ് ആക്കിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ നോട്ടീസൊക്കെ കൈ കിട്ടുമ്പോഴാണ് നമ്മൾ വീട്ടിനാൽ എന്ന് വായിക്കുന്നത്. സാധാരണ നമ്മൾ വീഷ്ണ വരെ പോയിട്ടോട്ടെ, വീഷ്ണ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അങ്ങനെ പറയുന്നത്. തൊഴുതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴാട്ടോ ഞാൻ ചെരുപ്പിട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. കാലിനൊരു വേദന കല്ലും ഉണ്ടപ്പം കേട്ടോ. അന്നേരം ഞാൻ ശ്രദ്ധിച്ചത്. ഇതിനിടയ്ക്ക് 1-2 പരിചയക്കാരെ കണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്ന് അങ്ങനെ ആ ഒരു രീതിക്ക് ഇറങ്ങി പോരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു പോയി ചെരുപ്പൊക്കെ എടുത്തിട്ടിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് വേണം മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട്. നമുക്ക് ഈ ഒരുപാട് ഉത്സവങ്ങളുണ്ടായതുകൊണ്ട് എല്ലാ ഉത്സവവും നമ്മൾ ഒരുങ്ങത്തില്ല കേട്ടോ. നമ്മളാകെ ഒരുങ്ങുന്നത് മലനട മലക്കുട മഹോത്സവം മാത്രമേ ഉള്ളൂ. അതാണ് ഇനി അടുത്ത വരാനിരിക്കുന്ന ലാസ്റ്റ് ഉത്സവം കേട്ടോ. അപ്പം നമ്മൾ മീൻ മേടിക്കാൻ പോകുന്ന വഴിക്കുള്ള അമ്പലങ്ങളാണ്. ഒത്തിരി അമ്പലങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ലച്ചുനോട് പറഞ്ഞതായി നീ അമ്പലങ്ങളുടെ അടുത്തെത്തുമ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് എടുക്കണേന്നും പറഞ്ഞിട്ട് കേട്ടോ. ഈ പെണ്ണുണ്ട് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആദ്യം ഒരു അമ്പലം കാണിച്ച് ഇനി നമ്മുടെ മലനട അമ്പലം, അങ്ങനെ 2 അമ്പലം കണ്ട് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇന്നാളും പറഞ്ഞില്ല ഇവിടെ എല്ലാം ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ടെന്ന്. എന്തോ പറയാനാ, ഇനി ഒരു ദിവസമായിട്ടല്ല വീഡിയോ എടുത്തിടാം. നമ്മൾ സ്ഥിരം മീൻ വാങ്ങുന്ന 1-2 ഇടം ഉണ്ടല്ലോ. അപ്പം വീടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ മീൻ മേടിക്കുന്നിടത്ത് പോയപ്പോഴത്തേക്കും അവർ കച്ചവടം എല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴുകി വെച്ചിട്ട് പാനൊരുക്കുന്നു. പിന്നെ നമ്മുടെ വീടിന് കുറച്ച് ദൂരോട്ട് പോകണം മീൻ വാങ്ങണമെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു മെയിനായിട്ടും നമുക്ക് മീനില്ലെങ്കിലും നമ്മുടെ മിക്കുനും ഒക്കെ മീനില്ലാതെ ചോറ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് വേണമായിരുന്നു കേട്ടോ. നമ്മുടെ നാസറും വന്നില്ല. നാസർ വന്നായിരുന്നെങ്കിൽ മത്തി കൊണ്ടുവന്നതിന് അത് മതിയായിരുന്നു. അപ്പം മെയിനായിട്ട് നമ്മൾ അവർക്ക് മീൻ വാങ്ങണം. അപ്പം പിന്നെ അങ്ങ് പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച്. വണ്ടി ഓടിക്കുന്നുണ്ട്, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുറകിലിരിക്കുന്ന ലച്ചുൻ്റെ കൊടുത്തിട്ട് എടി നമ്മൾ എടുക്കാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് എടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എടുത്ത സ്ഥലങ്ങളെ വീണ്ടും എടുക്കത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ കാണാം ഈ കൊയ്ത്ത് കഴിഞ്ഞ മലനട വയലും ആ ഷാപ്പും ഒക്കെ തന്നെ വീണ്ടും അവൾ എപ്പോഴും എടുത്ത് വയ്ക്കുന്നത്. അവിടം വരെ വണ്ടി ഓടിച്ച് പോയത് മാത്രം മിച്ചം. അവിടെ ചെന്നപ്പോഴും മീനൊക്കെ അത്യാവശ്യം തീരാറായി. അല്ലെങ്കിലും 10 മണി 10:15 ആയായിരുന്നല്ലോ. അപ്പം പിന്നെ കുറച്ച് ചെങ്കല കുഞ്ഞും മത്തിയെ കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ മേടിക്കുന്നത് അവിടെ നിന്ന് കേട്ടോ. അതിനപ്പുറത്തെ തേങ്ങ മാത്രം കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ നല്ല നാടൻ തേങ്ങയുണ്ട് കേട്ടോ. അത്യാവശ്യം വിലക്കുറവുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കാൻ തന്നെ നല്ല രസം കേട്ടോ. അവിടെ നിന്ന് ഞാനും തേങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഉത്സവം എന്നും പറഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ഒരുക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എത്ര നെഞ്ചല്ലിയാണ് ഉത്സവം ഒരുങ്ങുന്നത്, അത്രയ്ക്ക് ഉത്സവങ്ങളുണ്ടെന്ന്. പിന്നെ കുറച്ച് മുരിങ്ങയ്ക്കാൻ നമുക്ക് ഇന്നലെ നമ്മുടെ റേഷൻ കടയിൽ വന്നപ്പം നമ്മുടെ ഒരു കാർഡുകാരി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുരിങ്ങയ്ക്ക ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളൊന്നും കഴിക്കാതായിരുന്നല്ലോ പോയത്. അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഒന്നും കഴിക്കാതാണ് പോകുന്നത് കേട്ടോ. വന്നിട്ടേ കഴിക്കാറുള്ളൂ. പിള്ളേരായാലും അങ്ങനെ തന്നെ. അപ്പം 2 കഷ്ണം ചീനി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതങ്ങ് പുഴുങ്ങി ഒരു മുളക് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഞാൻ അമ്മയ്ക്ക് കടയിൽ കൊണ്ട് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ആഷ്മിക്ക് ഉടനെ അതിൻ്റെ കൂടെ കട്ടൻ കാപ്പിയും കൂടെ വേണം. എന്നാൽ പിന്നെ ഒരു കട്ടൻ കാപ്പിയും കൂടെ ഇടാമെന്ന് വെച്ച് വെള്ളമൊക്കെ വെച്ചേക്കും കേട്ടോ. പിന്നെ ഞാനിത് ഇന്നലെ അച്ചാറിട്ട് ഉപ്പിലിട്ട് വെച്ച മാങ്ങ കേട്ടോ. അത് കുപ്പിയിലാക്കി വെച്ചില്ല. ഇന്നലെ വെച്ചതാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കുറച്ചെടുത്ത് വെളിയിലും വെച്ച് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലും വെക്കണം. കാരണം ഞാനിത് പച്ചവെള്ളം ഒഴിച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. വിനാഗിരി ഒന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂത്ത് പോവും. അങ്ങനെ അവളുമാർ ചീനിയും കഴിച്ചു. ഞാൻ ഇച്ചിരി കഞ്ഞിയാണ് കഴിച്ചിട്ട് കടുമാങ്ങ ഉണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കണമെന്ന് ആഗ്രഹം. ഇങ്ങനെ ഞാൻ കഞ്ഞിയാണ് എടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ പൂച്ചയെ ഓടിക്കാനായിട്ട് നമ്മുടെ മിക്കുനെ തുറന്നു വിട്ടിരിക്കുക കേട്ടോ. കാരണം പൂച്ച ഇങ്ങ് അടുക്കളോട്ട് കയറി വരും. ഞാൻ മീൻ കണ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ആഷ്മിയാണ് മിറ്റം എല്ലാം തൂക്കുന്നത് കേട്ടോ. രാവിലെ ഒന്നിനും സമയം കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് അവധി ദിവസം ആകുമ്പം നമുക്ക് ഇച്ചിരി താമസമൊക്കെ വരും. അമ്പലത്തിൽ പോകാനായാലും നടയടയ്ക്കുന്നതിന് കുറച്ച് മുന്നേ പോയാൽ മതി എന്നുള്ള രീതിയൊക്കെ ആവും കേട്ടോ. അങ്ങനെ ആഷ്മി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മിറ്റ് മൊത്തം തൂത്ത് തന്നു കേട്ടോ. ലച്ചുവിന് പിന്നെ ഒന്നിനും സമയമില്ലാത്തൊരു ഇതാണിപ്പം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അവർ ക്ലാസ് തുടങ്ങിയിട്ട് 1.5 ആഴ്ച ആയതേ ഉള്ളെങ്കിലും ഇഷ്ടം പോലെ പഠിച്ചാലും തീരാത്തതുകൊണ്ട് കേട്ടോ. കൂടാതെ ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും സൈലത്തിൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അല്ലാതെ മാത്സ്, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാത്തിനും എക്സ്ട്രാ ട്യൂഷനും ഒക്കെ ഉണ്ട് കേട്ടോ. മുരിങ്ങയൊക്കെ ഇട്ടൊരു ഒഴിച്ചേറി ഉണ്ടാക്കി കേട്ടോ. തേങ്ങയൊക്കെ അരച്ചിട്ട്. മാങ്ങയില്ലായിരുന്നു. മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ശകലം മാങ്ങയും കൂടെ ഇട്ടാൽ കൊള്ളായിരുന്നു കേട്ടോ.
അങ്ങനെ മുരിങ്ങയ്ക്ക ഒഴിച്ചറി ഉണ്ടാക്കിയ മീനും വറുത്ത് പിന്നെ കടുമാങ്ങാച്ചാറുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം ഉത്സവമായിട്ട്. കടുമാങ്ങാച്ചാർ കുറച്ചെടുത്ത് പുറത്ത് വെച്ചിട്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചട്ടിയാണ് മിസ്സായിപ്പോയത്. ഇന്നലെ ആയിരുന്നെങ്കിൽ ആ ചട്ടിക്കകത്തിട്ട് ഞങ്ങൾ 3 പേരുടെ ചോറുണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഇന്നായപ്പോൾ അത് എന്നുവെച്ചാൽ വിശന്നൊന്നും ഇരുന്ന സമയമല്ലല്ലോ, അതുകൊണ്ട് ചട്ടി വെറുതെ കഴുകി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചോറ് കഴിക്കുന്നതോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ വൈകുന്നേരമായി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കിനും, കാരണം ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ക്ഷീണം തോന്നുന്നൊരു കാലാവസ്ഥ. അങ്ങനെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കടയിലോട്ട് വന്ന് എന്നാൽ ആഷ്മിക്ക് ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആഷ്മിക്ക് നാളെ ഞായറാഴ്ച ബിരിയാണി ഉണ്ടാക്കണം, ഒത്തിരി നാളായെന്നും പറഞ്ഞിട്ട് പിന്നെ ബിരിയാണി അരി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പിന്നെ കടയിലോട്ട് വന്നേ കേട്ടോ. അപ്പോൾ ഇതേ രാത്രി 10:30 കേട്ടോ. ഞങ്ങൾ ആറാട്ട് കാണാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അപ്പുറത്തെ മെയിൻ റോഡിൽ ചെന്ന് നിൽക്കണം. നമ്മൾ ആറാട്ട് കണ്ടെങ്കിൽ അതുവഴിയാണ് വരുന്നത്. അപ്പം പിള്ളേർക്ക് ഒരേ നിർബന്ധം, പിള്ളേർക്ക് മാത്രമല്ല എനിക്ക് നിർബന്ധമുണ്ട്, എനിക്കും ഇതൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ റോക്കിയെ നമ്മൾ അഴിച്ചു വിട്ടേക്കും കേട്ടോ. പാവം പിടിച്ച റോക്കി തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അവന് പേടിച്ചില്ല, വിറയ്ക്കത്തില്ലേ, അതുപോലെ ഇരിക്കുകയായിരുന്നു, വെറും പേടിച്ച് തൂറി. നമ്മളിവിടെ ഉണ്ടെങ്കിൽ അവനൊരു ധൈര്യം കേട്ടോ. നമ്മളിൽ പുറത്തോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേക്കിനും അവനെന്തോ ഒരു പേടി പോലെ തോന്നി കേട്ടോ. അവൻ ഇരിക്കുന്നിരിപ്പുണ്ട്. ഇത് പോയപ്പോൾ അത് കേട്ടോ, വന്നപ്പോൾ അത് പിന്നെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ഇവരിങ്ങനെയാണ് കേട്ടോ, നമ്മൾ മനുഷ്യന്മാരെടുത്തില്ലെങ്കിൽ ഇവർക്ക് എന്തോ ഒരു പേടി പോലെയാണ്. നമ്മൾ ഇപ്പം ഒരു സന്ധ്യയ്ക്കായാലും ഒക്കെ ഒരു ഇരുട്ടി കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്കിനും ഇവരുടെ ആ ഒരു ബഹളവും കാര്യങ്ങളും കേൾക്കണം കേട്ടോ. അപ്പോൾ അടുത്തുള്ളവരൊക്കെ പറയും ഭയങ്കര ബഹളമായിരുന്നു, ലൈറ്റ് വെട്ടമൊക്കെ കണ്ടില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര എന്തോ ഒരു പേടി പോലൊക്കെ ഉണ്ട് ഇവർക്ക്. ഈ റോഡ് മുഴുവൻ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു പ്രതീതി കേട്ടോ. ഒരു സന്ധ്യ ആയി കഴിയുമ്പോഴത്തേക്കിനും കളർ ലൈറ്റുകളും കാര്യങ്ങളും മൊത്തം വിളിച്ചായിട്ട് ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും അലങ്കരിച്ച് അങ്ങനെ നല്ല രസം കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ പറഞ്ഞായിരുന്നു, ദൈവം ഈ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട്, ഞങ്ങളുടെ പുതിയ വീടിൻ്റെ തൊട്ട് മുന്നേ കൂടെ കാണുന്ന റോഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കൂടെയാണ് ആറാട്ട് വരുന്നത്. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ വർഷം പറഞ്ഞായിരുന്നു, നമുക്ക് അടുത്ത വർഷം നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ ഇന്നതിൽ നമുക്കിതെല്ലാം കാണാമല്ലോ. അവിടെ ഒരുപാട് നേരം ഈ അമ്മൻകുടവും അതും ഇതൊക്കെ കളിക്കുക ഒരുപാട് നേരം നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പ്രാവശ്യം എന്താ കിടക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പറയുമായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം നടക്കട്ടെ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കത്തില്ലെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി. അതുകൊണ്ട് മുക്കിന് എല്ലായിടവും കമ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കമ്പമായിരുന്നു. ഇവിടെ അൻപുലിപ്പറയുണ്ട് കേട്ടോ. മിക്കവാറുമുള്ള വീടുകളിലും കടകളിലും എല്ലാം അൻപുലിപ്പറയൊക്കെ നടത്തും. അപ്പോൾ ആ അൻപുലിപ്പറ എടുക്കുന്നിടത്തെല്ലാം അതുപോലെ ഭയങ്കര കമ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സമയം ഉണ്ടായിരുന്നു കമ്പമൊക്കെ. ഈ ഉത്സവ ദിവസം അമ്പലത്തിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എല്ലാം ഈ റോഡിലാണ് പരിപാടികൾ കേട്ടോ. അപ്പോൾ എന്നാണ്ട് ആഷ്മിയൊക്കെ ആകാംക്ഷയോടെ നോക്കി നിൽക്കാൻ കേട്ടോ. മുമ്പ് ആ കൈകൊട്ടിക്കളിയൊക്കെ കണ്ടത് നമ്മുടെ റോഡിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നിന്ന റോഡിലാണ് കണ്ടത് കേട്ടോ. അപ്പം നമുക്ക് അമ്പലത്തിൽ പോയി നിന്ന് കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ആറാട്ടിറങ്ങുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത കമ്പമായിരുന്നു. ഞാൻ വിചാരിച്ചതേ ഇല്ല എത്ര സമയം ഉണ്ടായിരുന്നെന്ന് അറിയാമോ ഈ കമ്പം. അങ്ങനെ ഓരോരുത്തരുടെ വകയായിട്ട് അവരവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും കടയുടെ ഫ്രണ്ടിലൊക്കെ നടത്തുന്നതാണ് കേട്ടോ. അങ്ങനെ കണ്ട് ഓരോരോ കലാപരിപാടികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. ഫ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തോ ലൈറ്റിൻ്റെ എന്തോ പ്രശ്നം, അഴിച്ചു മാറ്റാൻ പറ്റത്തില്ലെന്നോ മറ്റേ കറണ്ടിൻ്റെ അങ്ങനെയൊക്കെയാണ്. ഫ്ലോട്ടൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊരു ഗ്യാങ്ങായിട്ടാണ് വന്നത് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ളവരും ഒക്കെ ആയിട്ട് നമ്മളൊരു കൂട്ടൊരു ആൾക്കാരും ഒക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ആഷ്മിൻ്റെയൊക്കെ നോട്ടം കണ്ടു. ഞാൻ പറയുന്നത് പഠിക്കാനായിരുന്നെങ്കിൽ ഇത്ര സമയം ഇരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കുമായിരുന്നു. ഇതിപ്പോൾ ഉറക്കം വരുന്നുമില്ല, ഒന്നുമില്ല. ഉത്സവം കാണാനായപ്പോഴത്തേക്കിനും 12 മണിയായാലും 12:30 ആയാലും എത്ര സമയം വേണമെങ്കിലും ഉറക്കളിച്ചിരിക്കുന്ന കുറച്ച് പിള്ളേർ. അതേസമയം പരീക്ഷയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം കൊണ്ടിരുന്ന് പഠിക്കടി, പിന്നെ ഉറങ്ങാം എന്നുള്ളത് പറയുമ്പോഴത്തേക്കിനും അവർക്ക് അന്നേരം ഒന്നും അവർക്ക് ഉറക്കം കളയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറേ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ആനയൊക്കെ ഉണ്ടായിരുന്നു. 2 ആന ദേവിമാരെ തിടമ്പോട്ട് വരുന്നത്. ആനയുടെ ഞാൻ വീഡിയോ എടുത്തേ, എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല, ഇതിനകത്തൊക്കെ ഞാൻ കണ്ടില്ല. പിന്നെ ആന എനിക്ക് പേടി കേട്ടോ. ഞാൻ ഇച്ചിരി ദൂരം മാറി നിന്നായിരുന്നു വീഡിയോ എടുത്തത്. എന്തോ സേവായില്ലോ അങ്ങനെ ഏതാണ്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ. പക്ഷേ ആന എനിക്ക് അടുത്ത് നിൽക്കുന്നതും ആനയെ കാണുന്നതും എനിക്ക് ഭയങ്കര പേടി കേട്ടോ. അങ്ങനെ കണ്ട് ഐസ്ക്രീമിൻ്റെയൊക്കെ ലാസ്റ്റ് വന്നായിരുന്നു. അപ്പം ഏകദേശം 12 മണി 12:30 ആയിരുന്നു. അപ്പോൾ കൊച്ചച്ഛൻ ഉടനെ ഉണ്ട് ആഷ്മിക്ക് ഐസ്ക്രീം അടിച്ചു കൊടുക്കാൻ പോകുന്നു. നമ്മൾ പിന്നെ പറഞ്ഞു ഈ സമയത്ത് ഐസ്ക്രീം കഴിക്കാൻ പറ്റിയ സമയം, അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഒരു ഉത്സവം കൂടെ കഴിഞ്ഞ് ഇനി മാർച്ച് 27 നമ്മുടെ മെയിൻ ഉത്സവം മലക്കുട മഹോത്സവം കേട്ടോ. അപ്പോൾ അതായിട്ട് കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.